ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന യാത്രാവിലക്ക് ഓരോ രാഷ്ട്രങ്ങളും നീക്കിവരികയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ കോവിഡ് കേസുകൾ ഗണ്യമായി കുറയുന്നതാണ് ഇതിന് കാരണം. ഇപ്പോഴിതാ പ്രവാസികൾക്ക് ഏവർക്കും സന്തോഷം പകർന്ന് മറ്റൊരു രാഷ്ട്രം കൂടി വിലക്ക് നീക്കിയിരിക്കുകയാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന യാത്രാവിലക്ക് മാറ്റിയിരിക്കുകയാണ് കാനഡ. ഏവർക്കും ആശ്വാസം നൽകി മാസങ്ങളോളം നീണ്ടുനിന്ന യാത്രാവിലക്കാണ് നീക്കിയിരിക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിമാനങ്ങൾക്ക് കാനഡ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച കാനഡ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ നേരിട്ടുള്ള വാണിജ്യ സ്വകാര്യ യാത്രാവിമാനങ്ങളുടെയും നിയന്ത്രണം സെപ്റ്റംബർ 26 വരെ നീട്ടിയിരുന്നു. ഈ നിയന്ത്രണങ്ങൾ ഇന്നത്തോടെ അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇപ്പോൾ ചില മുൻകരുതൽ നടപടികളോടെ കാനഡയിലേക്ക് പോകാൻ സാധിക്കും. പുതിയ നിർദ്ദേശമനുസരിച്ച് എയർ കാനഡയുടെ വിമാനങ്ങൾ സെപ്റ്റംബർ 27 തിങ്കളാഴ്ച മുതൽ ഇന്ത്യയിൽ നിന്നും വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ 30 മുതലാകും സർവീസ് നടത്തുക. 2 ഭരണകൂടങ്ങളും എയർ ബബിൾ അടിസ്ഥാനത്തിലാകും പ്രതിദിനം സർവീസ് നടത്തുക. കൂടാതെ ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ചില മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. COVID-19 സാഹചര്യം കണക്കിലെടുത്ത് ഈ ആഴ്ച ആദ്യം ട്രാൻസ്പോർട്ട് കാനഡ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് പ്രകാരം പാലിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. യാത്രക്കാർ 18 മണിക്കൂർ മുമ്പ് ഡൽഹി വിമാനത്താവളത്തിലെ ജനസ്ട്രിങ്സ് ലബോറട്ടറിയിൽ നിന്നുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം. ബോർഡിംഗിന് മുമ്പായി എയർ ഓപ്പറേറ്റർമാർ പരിശോധനാ ഫലങ്ങൾ വിലയിരുത്തുകയും യാത്രയ്ക്ക് യോഗ്യരാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. വാക്സിനേഷൻ പൂർണ്ണമായും നടത്തിയ യാത്രക്കാർക്ക് അവരുടെ വിവരങ്ങളും ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അറിയിക്കാൻ എന്ന മൊബൈൽ ആപ്പിലോ വെബ്സൈറ്റിലോ ആണ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അധികൃതർ പരിശോധിച്ച ശേഷം ഈ വിവരങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ബോർഡിംഗ് നിഷേധിക്കും എന്ന് പറയുന്നു. പരോക്ഷമായ വഴിയിലൂടെ കാനഡയിലേക്ക് പോകുന്ന ഇന്ത്യൻ യാത്രികർ ഈ മൂന്നാം രാജ്യത്തു നിന്നുമുള്ള കോവിഡ് നെഗറ്റീവ് പരിശോധന കയ്യിൽ കരുതേണ്ടതാണ്.